അഹമ്മദാബാദ് വിമാന അപകട അന്വേഷണത്തിൽ സഹായിക്കാമെന്ന UN സംഘത്തിന്റെ വാഗ്ദാനം തള്ളി ഇന്ത്യ. UN ഏവിയേഷൻ ഏജൻസിയുടെ വാഗ്ദാനമാണ് ഇന്ത്യ തള്ളിയത്. വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് അപകടം അന്വേഷിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, ഈ ബ്ലാക്ക് ബോക്സ് ഡീകോഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അത് ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? എപ്പോഴേക്കും ഈ അപകട കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരും? എന്താണ് മറ്റു വിവരങ്ങൾ? ലക്ഷ്മി, UN അതേപോലെ തന്നെ വിദേശ ഏജൻസികളെ സഹായം വേണ്ട അന്വേഷണത്തിനുള്ള നിലപാടാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ബ്ലാക്ക് ബോക്സ് നേരത്തെ ബോയിങ്ങിലേക്ക് അമേരിക്കയിൽ അയക്കാൻ വേണ്ടി ബോയിങ് നിർദ്ദേശിച്ചിരുന്നു. അതല്ല, ഇന്ത്യയിൽ തന്നെ അത് ഡീകോഡ് ചെയ്യുമെന്നാണ്. അത് ഡീകോഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഇടയ്ക്കാണ് UN ഏജൻസി അന്വേഷണത്തിന് സഹായിക്കാമെന്ന വാഗ്ദാനമായി വന്നത്. അതുകൊണ്ട് തന്നെ ആ വാഗ്ദാനം നിരസിച്ചിരിക്കുകയാണ് സിവിൽ ഏവിയേഷൻ മന്ത്രം. തങ്ങൾക്ക് വിദേശ ഏജൻസികളുടെ ആവശ്യമില്ല, തങ്ങളുടെ ഏജൻസി തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്രിട്ടീഷ് പൗരന്മാരുള്ളത് കൊണ്ട് ബ്രിട്ടന്റെ അന്വേഷണ സംഘത്തോട് സഹകരിക്കാമെന്നും സിവിൽ ഏവിയേഷൻ മന്ത്രാലയം വ്യക്തമായിട്ടുണ്ട്. ഏതായാലും ബ്ലാക്ക് ബോക്സ്, ലക്ഷ്മി, ഇവിടെ പരിശോധന ആരംഭിച്ചു വന്നു. ഡീകോഡിംഗ് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ആഴ്ച തന്നെ ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് ഡീകോഡിംഗ് സംവിധാനം ഉപയോഗിച്ച് AID പുറത്തുവിടും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചും സിവിൽ ഏവിയേഷൻ മന്ത്രാലയം വിദേശ ഏജൻസികളുടെ അന്വേഷണം വേണ്ട എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് UNനെയും അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ശരത്ത്, ഈ ഡീകോഡിംഗ് എപ്പോഴേക്കും പൂർത്തിയാകും എന്നാണ് ലഭിക്കുന്ന വിവരം? ഏതായാലും UN സംഘത്തിന്റെ ഈ വാഗ്ദാനം തള്ളിക്കളയുമ്പോൾ അത്രയും ആത്മവിശ്വാസം ഈ കാര്യത്തിൽ നമുക്കുണ്ട് എന്നുള്ളതല്ലേ അതിനർത്ഥം? എപ്പോഴേക്കും ഡീകോഡിംഗ് പൂർത്തിയാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ, സൂചനകൾ? ലക്ഷ്മി, ഇന്നലെ വൈകുന്നേരം ലഭിച്ച സൂചന, സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ലഭിച്ച സൂചന അനുസരിച്ച് 5 ദിവസം കൊണ്ട് ഡീകോഡിംഗ് പൂർത്തിയാകും എന്നാണ് വ്യക്തമാക്കിയത്. ഏതായാലും ഡീകോഡിംഗ് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു, ബ്ലാക്ക് ബോക്സ് തുറന്നു കഴിഞ്ഞു എന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച തന്നെ ഇത് സംബന്ധിച്ച പൂർണ്ണ രൂപങ്ങൾ അന്വേഷണ ഏജൻസി AIBക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ AIB ഇക്കാര്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി ചെയർമാനായിട്ടുള്ള അന്വേഷണ സമിതി, ഉന്നതതല സമിതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഈ ആയിട്ട് തന്നെ വെക്കുമെന്ന് തന്നെയാണ് സിവിൽ മന്ത്രാലയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി, അഹമ്മദാബാദ് വിമാന അപകട അന്വേഷണത്തിൽ സഹായിക്കാമെന്ന UN സംഘത്തിന്റെ വാഗ്ദാനം തള്ളിയിരിക്കുകയാണ് ഇന്ത്യ. UN ഏവിയേഷൻ ഏജൻസിയുടെ വാഗ്ദാനമാണ് ഇന്ത്യ തള്ളിയിരിക്കുന്നത്. വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് അപകടം അന്വേഷിക്കുന്നത്. ഏതായാലും ബ്ലാക്ക് ബോക്സ് ഡീകോഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 5 ദിവസത്തിനുള്ളിൽ വിവരം ലഭിക്കും എന്നുള്ള സൂചനകളാണ് നമുക്ക് കിട്ടുന്നത്. ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.